ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് മതിയാകുവോളം ദൈവിക ആലോചന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് തന്നെയുമല്ല, ധാരാളം ദൈവവചനം മുഴങ്ങിയ ഒരു അന്തരീക്ഷമാണിതെന്ന് പ്രിയപ്പെട്ടവരെ പ്രസ്താവിക്കുകയും ചെയ്തു. ബഹുവിധങ്ങളായ ശബ്ദകോശങ്ങളുടെ നടുവിലാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവശബ്ദത്തെ വേർതിരിച്ചറിയുവാൻ ആവശ്യമുണ്ട്. അത് ദൈവം വേർതിരിക്കുക തന്നെ ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഞാൻ സമയപരിമിതിയെ വളരെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് 10 വരെ പ്രസംഗിക്കാൻ എല്ലാവരും കൈപൊക്കിയാലും ഞാൻ കൈപൊക്കുകയില്ല. ഞാൻ അതിനു മുൻപായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇന്ന് എന്താണ് നിങ്ങളോട് അല്പസമയം കൊണ്ട് പ്രസംഗിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാനൊരു പുസ്തകം, വേർപാട് സഭകളുടെ ചരിത്രം പറയുന്ന ഒരു പുസ്തകം ഒരിക്കൽ വായിച്ചപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ എഴുതിയ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഡേവിഡ് വെഡ്സ്വർത്ത് എന്ന് പറയുന്ന 2 പ്രസംഗികൾ വളരെയേറെ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ തലമുറയിൽ ഈ കേരളത്തിൽ വന്നപ്പോൾ അന്ന് തമിഴ് സ്വദേശിയായ ഡേവിഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ വിശിഷ്യ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് വലിയ ഉണർവിന്റെ പ്രസംഗങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ടോപ്പിക്ക് ആയിരുന്നു എന്ന് പറയുന്ന ഒരു വാക്യം അതെന്റെ മനസ്സിൽ വന്നതുകൊണ്ട് അത് ഒന്ന് ഉദ്ധരിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഇവിടെ ദയവായി ഒന്ന് വായിക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. മതി. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. വേർ ആർട്ട് ദൗ മാൻ? മനുഷ്യ, നീ എവിടെ എന്ന് ദൈവം ചോദിച്ചു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവമേ, ഇനിയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളോട് സംസാരിച്ച കർത്താവേ, ഇനിയും സംസാരിക്കണമേ. നീ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവേ, ഞങ്ങളിൽ ദഹിച്ചു പോകേണ്ട ഭാഗങ്ങളെയെല്ലാം ദഹിപ്പിക്കണമേ. ന്യായവിധിക്കായി നീ ദഹിപ്പിക്കുന്ന അഗ്നിയായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ശുദ്ധീകരണത്തിന്റെ അഗ്നിയായി ഞങ്ങളിൽ കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ അറിയുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ഇനിയും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും കർത്താവിനെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം ഇവിടെ വായിപ്പിക്കുവാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ത്യയില് 1-ാം നൂറ്റാണ്ടില് AD 52 തോമസ് അപ്പോസ്തലൻ വന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചുവെന്നാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ കണക്ക് പറയുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾ ഓരോന്നായി കടന്നുപോയി. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലേക്ക് നമുക്ക് കൈ എത്തിയാൽ തൊടാവുന്ന അകലത്തിൽ നമ്മൾ വന്നു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ അതേ വർഷം കൂടെ കഴിഞ്ഞാൽ 2000 എന്ന് പറയുന്ന ആണ്ട് നമ്മളെ തൊട്ടുരുമി നിൽക്കുകയാണ്. അന്ന് ലോകം അവസാനിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു യുഗാവസാനത്തിന്റെ ലക്ഷണങ്ങൾ
പല നിലകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു ലക്ഷണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ പ്രത്യേക അനുഭവങ്ങളാണ്. ക്രിസ്തീയ സഭ ലോകത്തിൽ ആരംഭിച്ചപ്പോൾ അത് ഒരു അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയി എന്ന് വേദപുസ്തകത്തിൽ നിന്നും സഭാചരിത്രത്തിൽ നിന്നും ഒക്കെ നമുക്കറിയാൻ കഴിയും. 10 മതപീഠകൾ, ഒഫീഷ്യൽ പെർസിക്യൂഷൻസ് ഹെഡഡ് ബൈ ദ റോമൻ എംപറേഴ്സ്, റോമൻ ചക്രവർത്തിമാർ നേതൃത്വം കൊടുത്ത് ചെയ്യിച്ചതായ കഠോരമായ 10 മതപീഠകൾ, മറ്റ് വിവിധ നിലകളിലുള്ള പീഠകൾക്ക് ഉപരിയായിട്ട് അങ്ങനെയുള്ള മതപീഠകളിൽ കൂടെയും ക്രിസ്തീയ സഭ കടന്നുപോയി. Then it was a catacomb church. ഇങ്ങനെയുള്ള ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ അന്ന് യോഗങ്ങൾ നടന്നിരുന്നില്ല. അന്ന് ഭൂഗർഭങ്ങളിൽ ജീവിച്ചുകൊണ്ട് ആരാധിച്ചിരുന്ന ഒരു സഭയായിരുന്നു പീഡനങ്ങളുടെ നാളിലെ സഭ. ആ ചരിത്രത്തിന്റെ വിവരണത്തിലേക്ക് ഞാൻ കടക്കാല്ല ചെയ്യുന്നത്. എന്റെ മനുഷ്യബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നത്, സഭ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ പോകുന്ന സമയത്തും അങ്ങനെയുള്ള ഒരു അഗ്നിശോധനയുടെ ഒരാവർത്തനം ഒരു പരിധി വരെയെങ്കിലും സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. ഞാനിത് പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി നിരാശനാകയില്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അത് പ്രാപിച്ചവൻ മടങ്ങിപ്പോകുകയുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് കൊള്ളാകുന്നവർ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഫയർ ടെസ്റ്റാണ് ഇപ്പോൾ അവിടെ എവിടെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗിദെയോൻ മിദ്യാന്യരോടുള്ള യുദ്ധത്തിനു വേണ്ടി ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് കാഹളം ധ്വനിപ്പിച്ചപ്പോൾ, യുദ്ധത്തിനു വേണ്ടിയുള്ള കാഹളനാദം കേട്ടാൽ പരിചയമുള്ള ജനമാണ്, ഓടിക്കൂടി. 30,000 ആണ് കണക്ക്. കമ്പൽസറി റിക്രൂട്ടിംഗ് ആണെന്നാണ് വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. മനസ്സില്ലാത്തവനെയും പിടിച്ച് പട്ടാളത്തിൽ ചേർക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചാണ് ഇവരെല്ലാം കൂടെ ഓടിക്കൂടിയത്. പക്ഷേ ദൈവം പറഞ്ഞു, ഈ വന്നവരോട് ഒരു ചെറിയ കരുണ കാണിക്കാൻ പറഞ്ഞു. നിർബന്ധമൊന്നുമില്ല, ധൈര്യമുള്ളവർ മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വന്നതിന്റെ ബഹുഭൂരിപക്ഷവും തിരിച്ചുപോയി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ ഗിദെയോന്റെ വിളംബരം മനസ്സ് ചോദ്യമായിരുന്നു. മനസ്സ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷനലാണ്, കമ്പൽസറി അല്ല. ഭയമുള്ളവൻ വീട്ടിൽ പോകാം. ഒരു വിട്ടുവീഴ്ച കാണിച്ചു, ബഹുഭൂരിപക്ഷം ആളുകളും വീട്ടിൽ പോയി. ബാക്കി നിന്നവരും അതേ സിലക്റ്റഡ് ആണെന്ന് ഗിദെയോൻ വിചാരിച്ചപ്പോൾ വസ്തുത അറിയാവുന്ന ദൈവം പറഞ്ഞു, ഗിദെയോനെ, ഇനിയും സൈന്യം അധികമാണ്. പ്രൈസ് ദി ലോർഡ്. ബാക്കി നിന്ന ആളുകളും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സൈന്യമല്ല. അവർക്ക് വേണ്ടി ഒരു വാട്ടർ ടെസ്റ്റ് കൂടെ നടത്തേണ്ടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നാനത്തിന് എന്തോ അർത്ഥമുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് ആ ചോദ്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിനോടും യോഹന്നാൻ സ്നാപകനോടും പിന്നെ സ്നാനപ്പെടുത്തുവാൻ യോഹന്നാൻ സ്നാപകനെ പറഞ്ഞയച്ച പിതാവായ ദൈവത്തോടും. യേശു സ്നാനജലത്തിൽ നിന്ന് കയറിയപ്പോൾ പ്രാവിന്റെ രൂപത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി അതിവസിച്ച പരിശുദ്ധാത്മാവിനോടും ഒക്കെയാണ് അവർ ഈ ചോദ്യം ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് കൽപ്പിച്ചത് ഞാനല്ല, സഭയുടെ നേതാവല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഈ 2 ടെസ്റ്റിൽ കൂടെയാണ് അത് പുതിയ നിയമത്തിലെ ക്രിസ്തീയ സൈന്യം രൂപപ്പെടുന്നതെന്നാണ്. ഒന്നാമത് മനസ്യോദ്യം. മനസ്സാണോ രക്ഷിക്കപ്പെടാൻ നേരത്ത് മനസ്യോദ്യമാണല്ലോ. രണ്ടാമത്തേത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വ്യവസ്ഥ പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന
ന്യൂനപക്ഷത്തെ കൊണ്ടാണ് ശത്രുവിന്റെ പെരുവെള്ളം പോലെയുള്ള സൈന്യത്തെ തോൽപ്പിക്കുവാൻ ദൈവം പ്രവർത്തിച്ചത്. ചരിത്രം ആവർത്തിക്കുന്നു. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് അതിവേഗം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഉണർത്തുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകത്തിലെ 2 പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വേദചിന്തകന്മാർ പറയുന്നുണ്ട്. എല്ലാ പുസ്തകങ്ങൾക്കും ഉണ്ടെങ്കിലും വിശേഷിക്കാം. അതിൽ ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം, രണ്ടാമത്തേത് വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഈ 2 പുസ്തകങ്ങളോട് സാത്താന് പ്രത്യേകമായ പോരാട്ടവുമുണ്ട്. ഹയർക്രിറ്റിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ബുദ്ധിമാന്മാരായ ആളുകൾ വേദപുസ്തകത്തെ നിരൂപണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിരൂപണം ചെയ്തിട്ടുള്ളത് ഈ 2 പുസ്തകങ്ങളെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ 2 പുസ്തകങ്ങളെയും അത്യന്താപേക്ഷിതമായി അത് ബൈബിൾ കാനോനിൽ ഉൾപ്പെടുത്തി ഇരിക്കുകയാണ്. ഞാൻ ലോകപ്രസിദ്ധ പ്രസംഗിയായിരുന്ന സ്പർജന്റെ ഒരു അനുഭവകഥ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഹോം ലൈബ്രറിയിൽ വളരെ നാളുകളായി അദ്ദേഹം ശ്രദ്ധിക്കാതിരുന്നതിന്റെ ഫലമായിട്ട് ചില പുസ്തകങ്ങൾക്ക് ചെതല് പിടിച്ചു. എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ വിലയേറിയതായിട്ട് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ചെതല് തിന്ന് അത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. സ്പർജന് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തന്റെ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അധികം സങ്കടം തോന്നിയത് താൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വേദപുസ്തകം ചെതൽ ആക്രമിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ ചെതലിന്റെ ആക്രമണത്തിനിരയായി തീർന്ന വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് കുറെ നേരം ഇങ്ങനെ ദുഃഖിതനായിട്ട് നിന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ചെതലെല്ലാം കൂടി തല്ലിക്കൊട്ടി കഴിഞ്ഞപ്പോൾ ആ ജ്ഞാനിയായ ആ ദൈവദാസൻ അദ്ദേഹം ഈ പുസ്തകം, ചെതൽ അവശേഷിപ്പിച്ചിരിക്കുന്ന ഈ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ നേരം നോക്കി നിന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്തൊരു സന്തോഷമുണ്ടായി, ഒരു അത്ഭുതമുണ്ടായി. അദ്ദേഹം ആ പുസ്തകത്തെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ചെതൽ അതിനെ ആക്രമിച്ചിരിക്കുന്നത്. ആ വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്തൂടെ കൃത്യമായ ഒരു വൃത്തമുണ്ടാക്കിക്കൊണ്ട് അത് ഈ ജീവികൾ ഇതിനെ ആക്രമിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ ദ്വാരത്തിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ചെതലിനുള്ള അത്രയും ബുദ്ധിയെങ്കിലും ഇന്നത്തെ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ കാരണമെന്നറിയാമോ? ചെതൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു യാത്ര തുടങ്ങിയിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ കയറിപ്പോയിരിക്കുക. അത്രയെങ്കിലും പരിജ്ഞാനം ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്. ഞാൻ കുറ്റം പറയുന്നത് നിങ്ങൾ ധരിക്കരുത്. വേദപുസ്തകം കൊണ്ട് നടക്കുന്ന അനേകം ആളുകൾ വേദപുസ്തകം ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണ്. വേദപുസ്തകം കൊണ്ട് നടക്കുന്നതിൽ ഒരു നല്ല പങ്ക് ആളുകൾ വേദപുസ്തകം വിശ്വസിക്കാത്തവരാണ്. അതെവിടുന്ന് കിട്ടിയ വെളിപ്പാടാണ് നിങ്ങൾ ചോദിച്ചേക്കും. ഞാനും മനുഷ്യരെയൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഒന്ന് കൊണ്ടുവരട്ടെ, അതിനകത്ത് അവർ തന്നെ വിശ്വസിക്കാത്ത ഭാഗങ്ങൾ ഞാൻ എടുത്തവരെ കാണിക്കാം. ഇന്ന് രാത്രി അതിനുവേണ്ടി ഞാൻ സമയമെടുക്കുന്നില്ല. ഇവിടെ വായിച്ച വാക്യത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മനസാക്ഷിയെ വിളിക്കുന്നു. ഏദൻ തോട്ടം സൃഷ്ടിച്ച് അത് വളരെ മനോഹരമാക്കി മനുഷ്യന് നൽകിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്നത് സർവസ്വാതന്ത്ര്യമായിട്ട് അത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ ആദമിനും ഹവ്വായ്ക്കും ജീവിച്ചു കൊള്ളുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുത്ത ഒരു സ്ഥലമാണ് ഏദൻ തോട്ടമെന്നാണ്. എന്നാൽ അല്പം കൂടെ വിവരം എനിക്ക് കിട്ടിയപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. പ്രമാണം കൂടാതെ അല്ല, വ്യവസ്ഥ കൂടാതെ അല്ല ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയത്. പ്രൈസ് ദി ലോർഡ്. അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നോ.
പ്രൈസ് ദി ലോർഡ്. എന്നിട്ടൊരു ചെറിയ ബ്രാക്കറ്റ്, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം നിനക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വൃക്ഷത്തിന്റെ ഫലം, ആ വൃക്ഷത്തിന്റെ പേര് പറയാൻ നമ്മുടെ ആളുകൾ കിടന്ന് ഒത്തിരി പണിപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തോട്ടത്തിൽ 2 പ്രത്യേക വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു വൃക്ഷത്തിന്റെ പേര് ജീവന്റെ വൃക്ഷം. അങ്ങനെയാണെങ്കിൽ മറ്റേ വൃക്ഷത്തിന്റെ പേര് മരണത്തിന്റെ വൃക്ഷം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ജീവനാണെങ്കിൽ മറ്റേത് മരണമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. മരണത്തിന്റെ റൂട്ട് വേർഡ് ഹാമാട്ടിയ എന്നുള്ള വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ വേരാണ് അതെ അവിടെ നമ്മൾ കാണുന്നത്. ആ പാപത്തിൽ കൂടിയാണ് മരണത്തിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളമാണ്. പാപത്താൽ മരണമുണ്ടായി ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തിയോളജി പ്രസംഗിക്കാനല്ല ഞാൻ ഈ വാക്യം ഇവിടെ ഉദ്ധരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ദൈവം എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തിൽ വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് പാപം മാത്രമേ വിലക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും വിലക്കിയിട്ടില്ല. ന്യായമായ അനുഭവങ്ങൾ, ന്യായമായ അതേ സന്തോഷങ്ങൾ എനിക്കും നിങ്ങൾക്കും ദൈവം അനുവദിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് പാപം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. വേറൊരു കാര്യം കൂടി, ദൈവം ആദമിനെയും ഹവ്വയെയും തോട്ടത്തിലാക്കിയിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തവരായി അവിടെ അവരെ ആക്കിയിട്ട് പോയെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഒന്ന്, തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടം കംപ്ലീറ്റ് അല്ലായിരുന്നു എന്നുള്ളതിന് ഞാൻ ഒരു പോയിന്റ് കണ്ടുപിടിച്ച അങ്ങനെയാണ്. കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു സ്ഥാനത്ത് വേല ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ അവിടെ വേല ചെയ്യേണ്ട കാര്യമില്ല, കാരണം സ്വർഗം പൂർണ്ണമാണ്. ഏദൻ തോട്ടം പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് അവിടെ വേലയെടുക്കണമെന്ന് ദൈവം പറഞ്ഞത്. ഇനിയും ഏദൻ തോട്ടം പൂർണ്ണമല്ലെന്നുള്ളതിന് വേറൊരു തെളിവ്, തോട്ടം കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കാത്തു സൂക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു സ്ഥാനം ഒരിക്കലും പൂർണ്ണമല്ല. ശത്രുഭയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടം ഒരിക്കലും പൂർണ്ണമല്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ശത്രുവിനെ എപ്പോഴും പ്രതീക്ഷിക്കുകയും ശത്രു കടക്കാതെ വണ്ണം വളരെ നിതാന്ത ജാഗ്രതയോടുകൂടെ ഇരിക്കുകയും ദൈവം കൽപ്പിച്ചതായ പ്രവൃത്തി ചെയ്യാൻ ഉദ്യമിക്കുകയും ദൈവം വിലക്കിയതായിട്ടുള്ള ഒന്നിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം മനുഷ്യനെ, ആദമിനെയും ഹവ്വയെയും തോട്ടത്തിൽ ആക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഞാന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ മെയിൻ സന്ദേശമായിട്ട് കാണുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പ്രൈസ് ദി ലോർഡ്. അതെന്തെങ്കിലും ആകട്ടെ, തുടരുതെന്നാണെങ്കിൽ അത്, കാത്തു സൂക്ഷിക്കണമെന്നാണെങ്കിൽ അങ്ങനെ, വേല ചെയ്യണമെന്നാണെങ്കിൽ ആ അർത്ഥത്തിൽ, ഏത് നിലയിലായാലും ദൈവത്തിന്റെ കൽപ്പനയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഊടും പാവുമായി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത് വെയിലാറിയ ദിവസം. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം പതിവ് പോലെ തോട്ടത്തിലേക്ക് വന്നു. തന്നെ എതിരേൽക്കാനായി ഓടിയെത്തുമാറുണ്ടായിരുന്ന ആദാമ്യ ദമ്പതികളെ അന്ന് കാണുന്നില്ല. അതിന്റെ വെളിച്ചത്തിൽ ദൈവം ചോദിച്ച ഒരു ചോദ്യമാണ്, വേർ ആർട്ട് ദൗ മാൻ? മനുഷ്യ, നീ എവിടെയാണ്? ഞാൻ കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത് മനുഷ്യഭാഷയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ആദ്യമേ, നീ എവിടെയാണ്? ഞാൻ നിന്നെ നോക്കി നടന്ന് ആകെപ്പാടെ ക്ഷീണിച്ചു. നീ ഇനി എന്നെ വിഷമിപ്പിക്കരുത്. നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത് എന്നോട് പറയണം. ഇപ്പൊ തന്നെ ഞാൻ വളരെ ക്ഷീണിതനാണ്. ഇങ്ങനെയാണ് ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്തുവാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ആദമിനോട് അപേക്ഷിക്കുകയല്ല, ആദമിനെ കണ്ടുപിടിക്കാനായിട്ട്
ആദമിന്റെ ഔദാര്യത്തെ ചോദിക്കുകയല്ല ചെയ്യുന്നത് ഈ വാക്യത്തിൽ കൂടി. പിന്നെന്താണ് ദൈവം ചോദിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതിന് മറ്റൊരർത്ഥമുണ്ട്. ആദമേ, ഞാൻ നിന്നെ ഒരു സ്ഥാനത്താക്കി, നിന്നെ ഞാനൊരു വ്യവസ്ഥയിലാക്കി. ഇപ്പോൾ ഞാൻ വന്ന് നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ ആക്കി ആ പോയിന്റിൽ തന്നെയാണോ നീ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫർമേഷൻ ബട്ട് എ ക്വസ്റ്റ്യൻ ഫോർ കൺഫർമേഷൻ. പ്രൈസ് ദി ലോർഡ്. സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്, അല്ലാതെ വിവരം ശേഖരിക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആ ചോദ്യത്തിന്റെ മുൻപിൽ ആദമിന് ഒളിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ആ ഭാഗം വ്യക്തമാക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ തന്നെ ഞാൻ ചുരുക്കം വാക്കുകളെങ്കിലും ഒരു കാര്യം പറയട്ടെ. ആദമിനെ നിയമിച്ചാക്കിയവൻ, ഹവ്വയെ നിയമിച്ചാക്കിയവൻ, അവർക്ക് കൽപ്പനകൾ കൊടുത്ത ദൈവം, പ്രൈസ് ദി ലോർഡ്, മറ്റൊരിക്കൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരു വസ്തുതയാണെങ്കിൽ, ഒരു ന്യായകർത്താവായി അവരുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നത് സത്യമാണെങ്കിൽ, നിശ്ചയമായും ഈ പുതിയ നിയമയുഗത്തിൽ നമ്മളെ നിയമിച്ചാക്കിയ ദൈവം, നമുക്ക് വ്യവസ്ഥകൾ തന്ന ദൈവം, നമുക്ക് കൽപ്പനകൾ നൽകിയ ദൈവം എന്തെങ്കിലും ചെയ്ത് കാലം പോക്കാൻ നമ്മളെ സമ്മതിക്കയില്ല എന്നുള്ള വിവരം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അവൻ എന്തെങ്കിലും ഒരിക്കൽ ന്യായകർത്താവായി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒരൊറ്റ വാക്യം മാത്രം അതിനുവേണ്ടി വായിച്ചുകൊണ്ട് അത് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം, പ്രൈസ് ഗോഡ്, അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ദയവായി ആ വാക്യം ഒന്ന് വായിക്കുക. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും, നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഓരോരോ ലംഘനത്തിനും, അനുസരണക്കേടിനും ന്യായമായ പ്രതികാരം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വേദപുസ്തകത്തിന്റെ 1-ാം പേജ് മുതൽ നമ്മൾ നോക്കിയാൽ ദൈവം ഏതെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മനുഷ്യൻ ലംഘനം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു ചോദ്യവും പറച്ചിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനേക്കാളൊക്കെ വലിയൊരു വിഷയമാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയം. കർത്താവ് പറഞ്ഞു തുടങ്ങിയ വിഷയം എന്താണെന്ന് അറിയാമോ? സുവിശേഷമാണ്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മാനസാന്തരമാണ്. യോഹന്നാൻ തടവിലായപ്പോൾ യേശു പ്രസംഗിച്ചത് സുവിശേഷമാണ്. കർത്താവ് പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയം ലോകത്തിലുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും അപ്പോസ്തലന്മാർ, പ്രൈസ് ദി ലോർഡ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചതും കേട്ടവർ സാക്ഷി നിന്നതുമായ സോ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ, അതിനെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നോ വേ ഓഫ് എസ്കേപ്പ്. രക്ഷാമാർഗമില്ല. സുവിശേഷത്തെ അവഗണിച്ചാൽ, ദൈവത്തിന്റെ അന്തിമ വെളിപ്പാടായ സുവിശേഷത്തെ അവഗണിച്ചാൽ, അതിന്റെ വ്യവസ്ഥ തെറ്റിച്ചാൽ രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. പ്രൈസ് ഗോഡ്. എനിക്ക് എന്റേതായ ചില ചിന്താഗതികളും ചില ഫ്രേസുകളും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ക്ഷമിക്കണം. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, എങ്ങനെ ജീവിച്ച് കുഴഞ്ഞു പറഞ്ഞു നടക്കുന്നവനും പെന്തിക്കോസി വന്നാൽ രക്ഷപ്പെടും, എന്നാ പെന്തിക്കോസി കുഴയുന്നവൻ ഓണത്തിന് രക്ഷപ്പെടുകയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ഒടുവിലത്തെ മോൾഡാണ്, ദൈവത്തിന്റെ ഒടുവിലത്തെ കരുവാണത്, ദൈവത്തിന്റെ ഒടുവിലത്തെ മൂശയാണത്. അതിനപ്പുറത്ത് വേറെ ഒരു രക്ഷാമാർഗം ദൈവം വെച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ കാലങ്ങളുടെ സമ്പൂർണതയിൽ ഒടുവിലോ ദൈവം കരുപ്പിടിപ്പിച്ച മാർഗമാണ്. സ്വർജന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കുവാനായി ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉദിച്ച ഒടുവിലത്തെ ടെക്നിക്കാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അതിനെ നമ്മൾ അവഗണിച്ചാൽ തെറ്റി ഒഴിയുവാൻ സാധ്യമല്ല.
എനിക്ക് തോന്നുന്നു, ന്യായമായി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, ഈ വെയിലാറിയ സമയം തോട്ടത്തിലേക്ക് കടന്നു വന്ന് ആദമേ നീ എവിടെയെന്ന് ചോദിച്ച ആ ദൈവം യുഗവെയിലാറുന്ന ഈ സമയം, പ്രൈസ് ദി ലോർഡ്, ഒരു യുഗം അവസാനിക്കുവാൻ പോകുന്ന ഈ സമയം, ഈ പ്രപഞ്ചമാകുന്ന തോട്ടത്തിലേക്ക് കടന്നു വരുവാൻ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളോട് ചോദിക്കുവാനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്തു കൂട്ടിയതെന്നുള്ളത് അന്ന് ചുളുങ്ങി നിന്നുകൊണ്ട്, വിറച്ചു നിന്നുകൊണ്ട് മറുപടി പറയുവാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ഒന്ന് ഞാൻ തിട്ടമായി നിങ്ങളെ അറിയിക്കുന്നു, ദൈവത്തിന്റെ വിളിയിൽ നിന്നും മറഞ്ഞിരിപ്പാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ നിയമിച്ചവൻ ദൈവമാണെങ്കിൽ അവന്റെ വിളിയിൽ നിന്ന് അകന്നു നിൽക്കുവാനോ മറുപടി കൊടുക്കാതെ വണ്ണം അത് സ്വയം രക്ഷപ്പെടുവാനോ ഒരൊറ്റ മനുഷ്യന് സാധ്യമല്ല. ദൈവമാണ് ചോദിച്ചതെങ്കിൽ മറഞ്ഞിരിപ്പാൻ സാധ്യമല്ല, ഇറങ്ങി വന്നേ തീരൂ. അതിനുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അത് എന്താണ് ചെയ്തത് എന്നുള്ളത് വെളിപ്പെടുന്ന ഒരു ദിവസം ഏറ്റവും ആസന്നമായിരിക്കാൻ ആ നല്ല ദിവസത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ അത് നമ്മുടെ നിലപാട് അത് ഒന്ന് കണ്ടുപിടിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ഈ ആദാം ദൈവത്തിന്റെ സന്നിധിയിൽ തെറ്റുകാരനായിട്ട് മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി വന്ന് ആ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ആ ചിത്രം എന്റെ മനസ്സിൽ വന്നപ്പോൾ ഉടനെ അതിന് ബദലായിട്ടൊരു വേദവാക്യം എന്റെ മനസ്സിൽ വന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. മുമ്പേ കർത്താവിന്റെ ദാസി പറഞ്ഞ പോലെ ആ ദൈവത്തിന്റെ ദർശനം, ആ മഹത്തായ ദർശനം കണ്ട ഉടനെ ആരും പ്രേരിപ്പിക്കാതെ തന്നെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെശയ്യാ പ്രവാചകന് മുന്നോട്ട് കടന്നു വന്നിട്ട് പറയുകയാണ്, ഹിയർ ഐ ആം ലോർഡ്, ഹിയർ ഐ ആം, ഇതാ ഞാൻ കർത്താവേ, ഞാനിതാ എന്ന് മുന്നോട്ട് കടന്നു വരികയാണ്. അനേകം ആളുകൾ ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് സ്വയം പിടികൊടുക്കുവാനായി മുന്നോട്ട് ഇറങ്ങി വരുന്ന ചിലരെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് ആദം വൃക്ഷനികരങ്ങളുടെ നടുവിൽ മറഞ്ഞിരുന്ന് ദൈവത്തിൽ നിന്ന് അകന്നിരിപ്പാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ തോട്ടത്തിൽ ദൈവത്തിന്റെ കാലടികൾ, ദൈവം നടന്നു വരുന്ന ആ കാലോശ കേട്ടപ്പോൾ അവന്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞു കാണുമെന്നാണ് എന്റെ ചിന്ത. അയ്യോ, ദൈവം ഈ തോട്ടത്തിലേക്ക് വരരുതേ, ദൈവം ഇങ്ങോട്ട് വരരുതേ, ദൈവം വരുന്നത് എനിക്ക് ഭയമാണ്, ദൈവം വരാതിരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് അവന്റെ അന്തരാത്മാവ് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ സമയം വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാഴ്ച ഇതിന് ബദലായിട്ട് കാണുന്നു. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ ഒരു ഏകാന്ത സ്ഥലത്തിരിക്കുന്നു. സാഹചര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടിനാദം പോലുള്ള ഒരു ശബ്ദം അയാൾ കേട്ടു. ശബ്ദം മറ്റൊന്നുമായിരുന്നില്ല, ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ ശബ്ദം മുഴങ്ങിയ ഉടനെ ആദാമാണെ പറഞ്ഞേനെ, തമ്പുരാനെ ഉടനെ അങ്ങ് ഇങ്ങോട്ട് വരല്ലേ. പക്ഷേ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുന്ന ആള് വേറെയാണ്. അവൻ ഈ വരുന്നയാളിന്റെ ഉറ്റ സ്നേഹിതനാണ്. ഈ വരുന്നയാളിന്റെ മാർവിൽ ചാരിയിരുന്ന് അതിന്റെ മാധുര്യം എന്താണെന്ന് ആസ്വദിച്ചവനാണ്. ഞാനിതാ വേഗം വരുന്നെന്ന് പറഞ്ഞ ഉടനെ ഇത് ഇവിടെ ഇരുന്നോണ്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? യേസ് കം ലോർഡ് ജീസസ്. അതേ കർത്താവേ, അങ്ങ് വരണമേ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പ്രാരംഭ കൺവെൻഷൻ ദിവസത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഞാനും ആര്? ദൈവം നമ്മുടെ ജീവിതത്തിന് നേർക്ക് വരുന്നതായ സമയത്ത് ഇതിൽ ആരുടെ പ്രതികരണമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ആദമിന്റെ പ്രതികരണമോ യോഹന്നാൻ ശ്ലീഹായുടെ പ്രതികരണമോ? പ്രൈസ് ദി ലോർഡ്. പാപം ക്ഷമിച്ച് ദൈവത്തിന്റെ കൂട്ടായ്മയുടെ മാധുര്യം ആസ്വദിച്ച് കർത്താവിന്റെ കൽപ്പനകൾ കേൾപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ സാക്ഷിയായി തീർന്ന യോഹന്നാന് കർത്താവ് വരുന്നു എന്നുള്ള ഇമ്പസരം കേൾക്കുമ്പോൾ അവന് പ്രത്യാശയേറുകയാണ്, അവന് സന്തോഷമാണ്. അവൻ കർത്താവിനെ ക്ഷണിക്കുകയാണ്, കർത്താവേ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗങ്ങൾ കഴിയുമ്പോൾ കർത്താവ് വരുമോ എനിക്കറിയില്ല. എന്നാൽ അതിനിടയിൽ കർത്താവ് വരികയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജനം അതേ ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം.
യോഹന്നാൻ കർത്താവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുമ്പോൾ അതിനുവേണ്ടി അവനെ ആവേശത്തോടുകൂടി കർത്താവിനെ ക്ഷണിക്കുമ്പോൾ വേറെ ഒരു കൂട്ടം ആളുകള് കുന്നുകളെ, മലകളെ, ഞങ്ങളുടെ മേൽ വീഴുവീൻ, വിള്ളലുകളെ, മലപ്പാറകളെ, ഞങ്ങളെ മറപ്പീൻ, കുഞ്ഞാടിന്റെ മുഖം കാണാതെ വണ്ണം, അതേ അവന്റെ ഉഗ്രകോപം തട്ടാതെ വണ്ണം അവനും ഞങ്ങൾക്ക് നടുവിൽ നിങ്ങളൊരു മറയായി നിൽക്കുവീനെന്ന് മൂകപ്രകൃതികളോട് അപേക്ഷിക്കുന്ന ചിലരെയും നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. കർത്താവ് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഏതേത് പ്രതികരണങ്ങളാണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് വ്യക്തമാകുവാനുള്ള ദിവസങ്ങൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നീട്ടുന്നില്ല. നമുക്കിന്ന് രാത്രി ഒരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ആ യോഹന്നാന്റെ പ്രതികരണം തന്നെ നമുക്കുണ്ടായിരിക്കട്ടെ. ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചൊല്ലിത്തരാം, അതുപോലെ അങ്ങ് പറഞ്ഞേച്ചാൽ മതി. അതിന്റെ പിന്നാലെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.